എന്ത് ഞാൻ എന്തുവരെ കാണുന്നത്? എന്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നും നീ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയോ? പിന്നെ സത്യം പറ, ബ്യൂട്ടി പാർലറിൽ പോയോ? നീനു, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണം, വേറെ ജോലിയൊന്നുമില്ല. തൊഴിലുറപ്പിന് പോലും പോകത്തില്ല. തൊഴിലുറപ്പിന് പോകാനുള്ള പ്രായമായ അങ്ങനെ പ്രായമൊക്കെ ഉണ്ട് തൊഴിലുറപ്പിന്? എനിക്കറിഞ്ഞൂടാ. എത്ര വയസ്സുണ്ട്? 35. ആഹാ, ഇനിയൊരു 2-3 കൊല്ലം കൂടിയേ തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റൂ. ഡോക്ടറെ, ഇവിടെ പല്ലെടുക്കോ? ഇവിടെ പല്ലെടുക്കും. വേദന എടുക്കോ? വേദന ഞാൻ എടുക്കത്തില്ല, നിങ്ങൾ തന്നെ എടുക്കണം. അത് ഞാൻ എടുത്തോളാം. അല്ല, ഒരു പല്ലെടുക്കുന്നതിന് എത്രയാ ചാർജ്? ഒരു പല്ലെടുക്കുന്നതിന് 3000 രൂപ. ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പല്ലെടുക്കുന്നതിനല്ലേ 3000 രൂപ? അതെ. നമ്മളൊക്കെ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും, പെണ്ണുങ്ങൾക്ക് എന്തു കേട്ടാ കൊടുക്കുന്നേ? പെണ്ണുങ്ങൾക്ക് കൊരങ്ങന. എന്റെ വായനോലൊക്കെ അതെന്താ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത്? എങ്ങനെയായിരുന്നു? ചേട്ടൻ അവിടെ അപ്സരസ്, ഇവിടെ അപ്സരസ്. എനിക്ക് ഇവിടെയും കുറങ്ങൻ, അവിടെയും കുറങ്ങൻ. തമ്മനം. അത് ഡിങ് ഡിങ്ക ഡാൻസ് കളിക്കുന്ന ഒരു നടിയല്ലേ? അത് തമ്മന്ന. നിങ്ങൾ സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര മണ്ണടി. നിങ്ങൾ കൊട്ടാരക്കര മണ്ണടിക്കുക, കൊല്ലത്ത് മണലിറക്കുകയും ചെയ്യും. നിങ്ങൾ സ്ഥലം കാര്യം മനസ്സിലാക്കിക്കോ, ഏതൊരു കുടുംബത്തിന്റെ തലയാണ് ഭർത്താവ്. ഭർത്താവ് തലയൊക്കെ ആയിരിക്കും, പക്ഷെ ഭാര്യ എന്താണെന്നറിയോ? കഴുത്ത്. കഴുത്തിന്റെ മുകളിലാണല്ലോ തല. കഴുത്തിന്റെ മുകളിലാണ് തല, പക്ഷെ കഴുത്ത് തീരുമാനിക്കും തല ഇങ്ങോട്ട് തിരിക്കണം. നിങ്ങളെ പേരെന്ത്? ഞാൻ ഉമ്മക്കുൽസു. ഓക്കെ, നിങ്ങളെ പോരെ എവിടെ? എന്റെ പോരെ കാസർഗോഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ ദുബൈന്ന് ഇപ്പൊ വരുന്നത്. അതെന്ത് നിങ്ങൾ ദുബൈ പോയിനി? അന്നെ മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ. അതെന്ത് മംഗലം കഴിച്ച് ആടെ കൊടുത്തേ? അപ്പൊ മാപ്പിൾക്കാടെ പണി. ഓ, അങ്ങനെ. ഓക്കെ. അങ്ങനെ ഞാനിപ്പോ ആടെ. അപ്പൊ നാട്ടിൽ നിന്ന് ആരും ഒന്നും പറയില്ലേ? എല്ലാരും ചോദിക്കുന്നത് മാറിപ്പോയോ? നിങ്ങൾ ഇന്ന് മാറിപ്പോയോന്ന്? മാറിപ്പോയെന്നോ? എടീ, ഞാൻ ബാർബർ ഷാപ്പിൽ മുടിവെട്ടിക്കാൻ പോയ കാര്യമായി പറഞ്ഞേ. മാറിപ്പോയെന്നാണല്ലോ പറഞ്ഞത്. മാറ്റമില്ലല്ലോ. ഞാൻ അന്ന് പോയ പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. തടി കൂടിയിട്ടുണ്ട് കേട്ടോ. തടി കൂടി മുടി കുറെ പോയില്ലേ? പല്ലൊക്കെ ആകുന്നല്ലോ, കണ്ണൊക്കെ കോങ്കണ്ട് പോലെ. ഇതാണോ നീ പറഞ്ഞ ഒരു മാറ്റവും ഇല്ല? ഉണ്ടകണ്ണ് കണ്ടാലറിയാം, കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പി. കുഞ്ഞിന് വലുതാവുമ്പോ എന്താവാൻ ആഗ്രഹം? എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, ചെറിയൊരു മുഖ്യമന്ത്രി ആവണം. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പളേ? നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. പറയട്ടടി. അല്ലാതെ അശോകന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതാ പറഞ്ഞ, പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്റെ അടുത്ത് പറയരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നില്ല കേട്ടല്ലോ. ഏതശോകന്റെയാ? അത് വടക്കേല്. അയ്യോ, ഇവിടെ താഴെ. എടീ, നമ്മുടെ വടക്കേൽ അശോകനില്ലേ? ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. ഒന്നാമത് നിങ്ങളുടെ ഭർത്താവിന് എലിജിബിലിറ്റി ഇല്ല. എന്താ സാറേ? എലിജിബിലിറ്റി ഇല്ല. ഇനി ചോദിക്കരുത്, മൂന്നാമത് പറഞ്ഞാൽ തെറ്റും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ഞാനും സാറും തമ്മിൽ തെറ്റും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലായി. അതിൽ 6 പിള്ളേരുമായി. ഈ പറഞ്ഞ സാധനം അയാൾക്കില്ലെന്ന് പറഞ്ഞാ ഞാൻ അതങ്ങ് സഹിച്ച് കേട്ടാ. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പെട്ടെന്ന് ഉത്തരം 200 രൂപ വരാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ പക്ഷി വേഴാമ്പൽ. എന്റെ പോക്കറ്റിൽ 2000 രൂപ എവിടെ? അലമാരിൽ സാരിയുടെ